പുനലൂർ എസ് എൻ കോളേജിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇവിടെ എസ് കെ പഠിച്ച കോളേജാണ്. എസ് കെ പഠിച്ച കോളേജിൽ എസ് കെന്റെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ എസ് കൂടെ പഠിച്ച വിദ്യാർത്ഥികളൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് പേരുണ്ട്. ഇവിടെ ഒരു സ്വീകരണമൊക്കെ എസ് കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കോഴ്സ് വരെ കൊണ്ട് ആഷ്മി നമ്മുടെ വിജയകുമാറിനെ കൂടെ ഈ കോളേജ് ഒന്ന് കാണിക്കണം. ഞാനിവിടെ നിൽക്കുന്നില്ല, നേരെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കുറച്ച് നേരമായിട്ട് വിജയനെ കാണാൻ പുറത്തുനിന്ന് കണ്ണ് ഖുറേഷി. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ പുല്ലൂർ ഭാഗത്തൊക്കെ പൊതുവെ എങ്ങനെയാണ്? നമ്മൾ നിൽക്കുന്ന പുല്ലൂരെ കുന്നിന്റെ മണ്ടലാണ്. അതെ അതെ, ഇന്ന് കുറച്ച് ചൂട് കൂടുതലുണ്ട്. ഉണ്ട്, നല്ല ചൂട്. ഇപ്പൊ ഇവിടെ കേരളത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലമാണ്. പക്ഷെ അതെ അതെ, ഉച്ച കഴിഞ്ഞ് മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയ്ക്ക് സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഈ SNRSന്റെ കീഴിൽ ഇത്രയധികം കോളേജുകളും സ്കൂളുകളും ഒക്കെ ഉണ്ട്. അങ്ങ് ഖജാൻജിയാണ് അല്ലേ? പണം മൊത്തം സൂക്ഷിക്കുന്ന ആളാണ്. അപ്പം ശരിക്കും നമ്മുടെ കുട്ടികളെയാണ് ഇപ്പൊ ഏറ്റവും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. വലിയൊരു മാഫിയ വലയമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. നമ്മൾ വാർത്താമുറികളിൽ ഇരിക്കുമ്പോൾ കാണുന്നേക്കാളും ഭീകരമാണ് പുറത്തുള്ളത്. അപ്പൊ ഈ എനിക്കറിയാം വെള്ളാപ്പള്ളിക്കൊക്കെ തന്നെ ഇതിനകത്തൊരു വിഷൻ ഉണ്ടല്ലോ. അപ്പൊ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് കോളേജുകളിൽ? നമ്മൾ ടീച്ചേഴ്സിനെ എല്ലാം അതിന് തയ്യാറാക്കി നിർത്തുകയാണ്. അവർക്കിപ്പം ഗ്രൂപ്പായിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്. കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണം, അവരിലുള്ള ഈ അഡിക്ഷൻ ആയിട്ടുള്ളവർക്ക് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. കൗൺസിലിംഗ് കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവരിക. ഒപ്പം ഇനി വരാതിരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സുരേഖ ടീച്ചറെ കോളേജിന്റെ പ്രിൻസിപ്പലാണല്ലോ അല്ലേ? സുരേഖ ടീച്ചറെ ടീച്ചർ സ്ഥലം വിട്ടോ? ടീച്ചറെ, അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ കുറിച്ച് വലിയ പരാതികളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, തീർച്ചയായിട്ടും വലിയ പരാതികളൊന്നും ഇല്ല. അപ്പോ ഞാൻ പറഞ്ഞത് നമ്മുടെ എന്തെങ്കിലും കോളേജ് വരാതെ കണ്ടാൽ പോലീസിനെ അപ്പൊ അറിയിക്കണം. നമ്മുടെ ദൗത്യം അതാണ്. നമ്മുടെ പോലീസിനേക്കാൾ കൂടുതലായിട്ട് അധ്യാപകർ തന്നെ ഇവിടെ വലിയൊരു വലയമാണ്. അവർ സ്ട്രോങ് ആണല്ലേ? വളരെ സ്ട്രോങ് ആണ്. എല്ലാ ക്ലാസ്സിലില്ലാത്ത സമയത്തൊക്കെ അധ്യാപകർ ഇവിടെ ഇങ്ങനെ ഗ്രൗണ്ടിലുണ്ട്. ലേശം ഒന്ന് വടി കൊടുത്താൽ കുഴപ്പമില്ലെന്നൊക്കെ ഇപ്പം കോടതി പറഞ്ഞിട്ടുണ്ട്. കാര്യം പൊറുതിമുട്ടി അപ്പൊ ആ കുട്ടികൾ കുറച്ച് ശാസനയൊക്കെ ആവാം. നന്നായിട്ട് കൺട്രോൾ ആവുന്നുണ്ട്. കുട്ടികൾ വലിയ പ്രശ്നമില്ല, സമാധാനമായിട്ടാണ് കോളേജിൽ പോകുന്നത്. ആഷ്മി അറിയും. എന്റെ ക്ലാസ്മേറ്റ് ആണ്. അന്തർജാലത്തിന്റെ ഗോത്രത്തിലെയാണ്. മാത്രമല്ല ഇത് പഴയ ഒരു MLA ദാമോദരപ്പെട്ട അന്യൊരു കൃഷ്ണൻപോറ്റി ഉണ്ടായിരുന്നു. ഒരു MLA, അദ്ദേഹത്തിന്റെ മകനും കൂടിയാണ്. ഒരു പാട്ട് ശരി, പാട്ട് മറന്നു പോയിട്ടില്ല. നിന്റെ പാട്ട് ആളുകൾക്ക് പ്രശ്നമായി കേട്ടോ. അപ്പൊ അതായത് കോട്ടവട്ടത്തെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പൊ ഇതിനെ കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു അധ്യാപകനാണ്. ഇത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരു ശിക്ഷണം ഇതിന്റെ ഒരു ബോധവൽക്കരണം യഥാർത്ഥത്തിൽ ശ്രീകണ്ഠൻ നായർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒരു സ്യൂട്ടബിൾ ടൈമിൽ തന്നെയാണ്. കാരണം കേരളത്തിൽ മാത്രമല്ല വിദേശത്തും ഒക്കെ തന്നെ ഇത്തരം നമ്മളൊരു 30 ദിവസം നീളുന്ന യാത്രയാണ്. ഈ യാത്ര കാസർഗോഡ് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ലഹരി വിൽക്കുന്ന മാഫിയൊക്കെ കേരളം വിടണം. നമുക്ക് അതേ ഉള്ള ആഗ്രഹം. അവര് വേറെ ഇടങ്ങളിൽ പോയി വിറ്റാൽ നമുക്ക് വിഷയമല്ല, നമ്മുടെ നാട്ടിൽ വിൽക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ വേറെ ക്ലാസ്മേറ്റ് ആയത് ഓക്കെ അല്ലേ? സന്തോഷേ, എന്താ ഇതിനെ കുറിച്ച് പറയുന്നത്? നമുക്ക് അത് ആപ്റ്റ് ടൈമിൽ തുടങ്ങി ആപ്റ്റ് ടൈമിൽ കടത്തിവിടും. ഓക്കെ, അപ്പൊ നമ്മുടെ കോളേജിന്റെ ചെയർമാൻ, ശ്രീനാരായണ കോളേജ് പുല്ലൂരിന്റെ ചെയർമാൻ അങ്ങ് കാര്യം നമ്മൾ കുട്ടികളെ വലിയൊരു അപകടത്തിലേക്ക് പോകാതെ സംരക്ഷിച്ച് നിർത്തേണ്ട ഒരു വലയം തീർക്കേണ്ട സമയത്താണ് നമ്മൾ. നല്ല ചൂടാന്ന് അങ്ങേക്ക് അറിയാമല്ലോ അല്ലെ? നമ്മളൊക്കെ ഈ ഇത്രയും വെയിലുള്ള ഇറങ്ങും. കാര്യം നമുക്ക് അവിടെ ഇരുന്നായിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. വലിയ അപകടം മനസ്സിലായി. വേറെ ഒന്നും നമുക്ക് ലക്ഷ്യമല്ല അത്. കാരണം പോലീസിങ് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. മുഖ്യമന്ത്രി വളരെ സ്ട്രോങ് ആയിട്ട് രാഷ്ട്രീയമൊന്നും ഇനി നോക്കണ്ടെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അതിന്റെ ഫലം ഉണ്ടാകും. നമ്മുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പോലീസുകാരൊക്കെ അറിയുക, ഒരു രാഷ്ട്രീയം നോക്കണ്ട, പിടിച്ചകത്തിടുക. അങ്ങ് എന്താണ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ഫുൾ ടൈം എന്താന്ന് പറഞ്ഞാൽ? എൻ്റെ പേര് സുന്ദരേശൻ. വീട് എവിടെയായിട്ട് വരും? പുല്ലൂർകാരനാണ്. പുനലൂർ, വെള്ള ഊറിയ സ്ഥലം. ഈ രീതിയിലുള്ള ബോധവൽക്കരണ ക്ലാസ്സും അതുപോലെ തന്നെ ശ്രീകണ്ഠൻ നായർ സാറിനെ പോലെയുള്ള ആളുകൾ ഇത് വേണമെങ്കിൽ ഒരു 4 ഭിത്തിക്കകത്ത് ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അദ്ദേഹം അതിപ്പം തീർച്ചയായിട്ടും ഈ സിറ്റികളെ അപേക്ഷിച്ച് ഇപ്പൊ ഈ ഗ്രാമപ്രദേശത്തെ സ്കൂളുകളിലും കോളേജിലും വളരെ കുറവാണ്. അത് അങ്ങനെ ഒരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അതിന് വേണ്ട ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അതിന്റെ പ്രിൻസിപ്പളും അതുകൊണ്ട് SNRS മുൻകൈ എടുത്ത് പ്രവർത്തിക്കും. സന്തോഷം. നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ എവിടെയുള്ളൂ? നമ്മുടെ വിദ്യാർത്ഥികളെയൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലേ? നമ്മുടെ അശോകനൊരു വ്യവസായിയാണ് ഇവിടുത്തെ. വ്യവസായിയാണ് വളരെ. അശോകന്റെ കയ്യിലുള്ള പരിപാടികളാണ് പുല്ലൂരുള്ളത്. ഓക്കെ,